പി.സി. ജോർജിനെ ഈരാറ്റുപേട്ടയിലെ വീട്ടിൽ സന്ദർശിച്ച് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി എല്ലാ പിന്തുണയും പി.സി. ജോർജ് തനിക്ക് വാഗ്ദാനം ചെയ്തതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അനിൽ ആന്റണി പ്രതികരിച്ചു. ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത പിന്തുണ അനിൽ ആന്റണിക്ക് നൽകുമെന്നും പി.സി. ജോർജ് പറഞ്ഞു. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിൽ ഇടഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിലാണ് അനുനയതന്ത്രവുമായി അനിൽ ആന്റണി പി.സി. ജോർജിനെ കാണാനെത്തിയത്. മധുരം നൽകിയാണ് അനിൽ ആന്റണിയെ പി.സി. ജോർജ് സ്വീകരിച്ചത്. മറ്റ് BJP നേതാക്കളോടൊപ്പം അനിൽ ആന്റണി പി.സി. ജോർജുമായി ചർച്ച നടത്തി. പിന്നീട് ഇരുവരും ഒരുമിച്ച് മാധ്യമങ്ങളുടെ മുന്നിലേക്ക്. മണ്ഡലത്തിൽ അനിൽ ആന്റണിയെ പരിചയപ്പെടുത്തേണ്ടി വരുമെന്ന് താൻ പറഞ്ഞതിൽ തെറ്റില്ലെന്നും ബിഷപ്പുമാരുടെ പിന്തുണ അനിൽ ആന്റണിക്കില്ലെന്നും പിന്തുണ ഉറപ്പാക്കാൻ താൻ ശ്രമം നടത്തുമെന്നും പി.സി. ജോർജ് വ്യക്തമാക്കി. വിട്ടുവീഴ്ചയില്ലാത്ത പിന്തുണയും അനിൽ ആന്റണിക്ക് പി.സി. ജോർജ് വാഗ്ദാനം ചെയ്തു. അനിൽ ആന്റണിയുടെ വിജയം ഉറപ്പാക്കുക എന്നതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യം. BJPയുടെ മുഴുവൻ പ്രവർത്തകർ വളരെ ആത്മാർത്ഥ മുൻപന്തിയിൽ ഉണ്ടാവും, ഒരു സംശയം വേണ്ട. ഒരു ഫുൾ കോറമായി യാതൊരു വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമാണ് നമുക്ക് കാണാം. പി.സി. ജോർജിന്റെ ഉപദേശം താൻ സ്വീകരിക്കുമെന്നും മുതിർന്ന നേതാവായ പി.സി. ജോർജിനെ കണ്ട് അനുഗ്രഹം വാങ്ങി പ്രചരണം തുടങ്ങാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും അനിൽ ആന്റണി വ്യക്തമാക്കി. കേരളത്തിൽ ഇത്തവണ NDA അക്കൗണ്ട് തുറക്കും. അതിലൊന്ന് പത്തനംതിട്ട ആയിരിക്കുമെന്നും അനിൽ ആന്റണി പറഞ്ഞു. ഇന്ന് ഞാനൊരു വലിയൊരു സൗഭാഗ്യ ദിവസമായിട്ട് തന്നെയാണ് കാണുന്നത്. ശ്രീ പി.സി. ജോർജിനെ പോലെ ഇവിടെ ഈ മണ്ഡലത്തിനെ ഇത്രയും നന്നായിട്ട് അറിയാവുന്ന ഒരു രാഷ്ട്രീയക്കാരൻ അടുത്ത് തന്നെ ചെന്ന് അനുഗ്രഹം വാങ്ങിച്ച് ഈ ക്യാമ്പയിൻ തുടങ്ങുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇത് വിജയത്തിന്റെ ഒരു ചുവടുവെപ്പ് തന്നെയാണ്. അനിൽ ആന്റണി സന്ദർശിച്ചതിലൂടെ പി.സി. ജോർജിനെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞുവെന്നാണ് BJP നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പത്തനംതിട്ടയിൽ തനിക്ക് സീറ്റ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു പി.സി. ജോർജ്. തന്നെ ഒഴിവാക്കി അനിൽ ആന്റണിക്ക് സീറ്റ് നൽകിയതോടെയാണ് പി.സി. ജോർജ് എതിർപ്പുമായി രംഗത്ത് വന്നത്. ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.